പലകയിൽ ആണി തറച്ച് മണ്ണിൻ്റെ ഇടയിൽ പൂഴ്ത്തിയിട്ടാണ് ഇവരാന അവിടെ തളച്ചത്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ആന ഇടഞ്ഞത് തൊട്ടാണ് സുപ്രീം കോടതിയിൽ നിരവധി സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളൊരു കേസ് തുടങ്ങണത്. ഈ ഉണ്ണിപ്പള്ളി കാളിദാസ് എന്ന് പറയുന്ന ആന 11 മണി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇടഞ്ഞോടുന്ന ഒരാനയാണ് പകൽ. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളാവശ്യപ്പെട്ടത് നിയമം നടപ്പിലാക്കാനായിട്ടുള്ള ആർജവം സർക്കാരോ ഉത്സവ സംഘടനയോ കാണിക്കുന്നില്ലെങ്കിൽ ഈ പരിപാടി നിരോധിക്കുക. ജീവനുള്ള ആനകളെ ഉപയോഗിക്കാതെ പൂരം നടത്താൻ പറ്റില്ല എന്ന് ഇവർ പറയാനതിന് ചരിത്രപരമായോ താന്ത്രികപരമായോ ഭക്തി പ്രാധാന്യം പ്രകാരമോ യാതൊരു തെളിവില്ല. നിയമം ലംഘിക്കാനാണ് 2012 തൊട്ട് ഇവിടെ പൂരം നടത്തണമെന്ന് കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വായിച്ചത് ശുദ്ധമണയാണ്. അങ്ങനെ മാണിയുടെ രാഷ്ട്രീയ ഇടപെടലും ഈ NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ സാമുദായിക ഇടപെടലും വന്നപ്പോൾ ഈ ആനയ്ക്കെതിരെ കേസെടുത്തില്ല. ഈ ഉത്ത് എന്നുള്ളതും സവ എന്നുള്ളതുമായിട്ടുള്ള സംസ്കൃത വാക്കുകളെ യോജിപ്പിച്ചിട്ടാണ് ഉത്സവം വരുന്നത്. ഞാനേയും വെടിക്കിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നായന്മാരുടെ കയ്യിലത്തെ പൈസ മുഴുവനും പല ജാതിക്കാരുടെ കയ്യിലേക്ക് പോവും. അതുകൊണ്ട് എന്തിനാണ് ചെയ്യണമെന്ന് അന്നത്തെ പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ആനയെഴുന്നള്ളിപ്പിൽ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന കേരള ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച പുതിയ വിധി വലിയ രീതിയിലാണ് പൂരപ്രേമികളും ദേവസ്വം ബോർഡും ആഘോഷമാക്കിയത്. 2 എഴുന്നള്ളിപ്പുകൾക്കിടയിൽ ആനകൾക്ക് 24 മണിക്കൂർ വിശ്രമം, ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം, ജനങ്ങളെ 10 മീറ്റർ അകലത്തിൽ നിർത്തണം, 65 വയസ്സ് കഴിഞ്ഞ ആനകളെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കരുത് തുടങ്ങി കർശനമായ നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസും BJPയും CPIയും CPMും അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആനകൾ സംരക്ഷിക്കപ്പെടണമെന്ന കേരള ഹൈക്കോടതി വിധിക്കെതിരെ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച കേരളം കണ്ടത്. എന്തുകൊണ്ടായിരിക്കാം ഒരു സാധു മൃഗത്തിനെതിരെ നടക്കുന്ന ക്രൂരമായ പീഡനങ്ങളെ ന്യായീകരിക്കാൻ ഇവരെല്ലാം ഒന്നിച്ചു ചേരുന്നത്? ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതി വിധിയെക്കുറിച്ചും പൂരപ്രേമികൾ ഉന്നയിക്കുന്ന വാദങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ഇന്ന് കേരളീയത്തോടൊപ്പമുള്ളത് VK വെങ്കിടാചലമാണ്. ഹെറിറ്റേജ് അനിമൽ ടാസ്ക് ഫോഴ്സ് സെക്രട്ടറിയും ആനാവകാശ പ്രവർത്തകനുമായ VK വെങ്കിടാചലത്തിന് കേരളീയൻ ടോക്കിലേക്ക് സ്വാഗതം. സ്വാഗതം സാർ. നമസ്കാരം. ഇപ്പോൾ ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ പുതിയ വിധിയെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും. അത് ഇത്രയും കാലം തൊടാൻ ധൈര്യപ്പെടാത്തൊരു വിഷയത്തിൽ ഹെറിറ്റേജ് അനിമൽ ടാസ്ക് ഫോഴ്സ് തൊടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. 2022 സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതി സമീപിച്ചപ്പോൾ സുപ്രീം കോടതി നമ്മൾ ആവശ്യപ്പെട്ടത് കേരളത്തിൽ 2012 നാട്ടാന പരിപാലന നിയമം എന്നിട്ടൊരു നിയമമുണ്ട്. ആ നിയമം പ്രകടമായി ലംഘിച്ച് പൂരം നടത്തുന്ന കേരള ഫെസ്റ്റിവൽ മാഫിയയ്ക്ക് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ പോലീസ്, മൃഗസംരക്ഷണം, വനം എന്നീ വകുപ്പ് മാത്രമല്ല സംസ്ഥാന ഭരണകൂടം തന്നെ അതിന് കൂട്ടുകയാണ്. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ഈ 2012 നാട്ടാന പരിപാലന നിയമം നടപ്പിലാക്കുക, അതിലത്തെ ചില പോരായ്മകൾ പരിഹരിക്കുക, അല്ലെങ്കിൽ ഇത് ലംഘിച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഇത് അടിയന്തരമായിട്ട് നിരോധിക്കണം എന്നാവശ്യപ്പെട്ടു. അത് 2022 നമ്മൾ ആവശ്യപ്പെടാൻ കാരണം എന്താ വെച്ചാൽ 2014 തൃശ്ശൂർ പൂരത്തിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. പകൽപ്പൂരം കഴിഞ്ഞിട്ട് തിരിച്ച് ആനയെ കൊണ്ടുപോയിട്ട് നെറ്റിപ്പട്ടം അഴിച്ചൂരി വെച്ചിട്ട് ഈ ആനേനെ അവർ ലോറിയിൽ കയറ്റാൻ നോക്കുമ്പോൾ ആന ഇടഞ്ഞോടുകയും പാപ്പാനെ ആക്രമിക്കുകയും ചെയ്തു. അത് കണ്ട് ഇവർ രാത്രി തന്നെ ഈ ആന തലേദിവസം രാത്രി പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഗുരുവായൂർ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ ആന. എന്നിട്ട് അതിനെ മറച്ചു വെച്ചിട്ടാണ് അവർ പിറ്റേ ദിവസം പകലതിനെ എഴുന്നള്ളിച്ചത്. അപ്പോൾ നമ്മളതിനെ അങ്ങനെ എഴുന്നള്ളിക്കാൻ പറഞ്ഞിട്ട് പരാതി കൊടുത്തു, അവർ ശ്രദ്ധിച്ചില്ല. അവസാനം ഈ ഗുരുവായൂർ ശങ്കരനാരായണൻ എന്ന് പറയുന്ന ആന പൂരം കഴിഞ്ഞ പിറ്റേ ദിവസം പകൽപ്പൂരം കഴിഞ്ഞ് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് അടയുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ ആന അവിടെ വെച്ചിട്ട് മയക്കുവെടി വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് നട്ടുച്ചയ്ക്ക് തന്നെ 12 മണിക്ക് തന്നെ ലോറി കയറ്റി 2:30 മണിയാകുമ്പോഴേക്കും ഗുരുവായൂർ ആനക്കോട്ടയുടെ ഉള്ളിൽ കൊണ്ട് എത്തിക്കുന്നു. അവിടെ എത്തിയ ആന ലോറിയിൽ നിന്ന് ഇറക്കിയ ഉടനെ വീണ്ടും ഇടഞ്ഞോടുകയും പിന്നീട് ഒരു ആനയെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് ഭീകരമായിട്ടുള്ള മർദ്ദനമുറകൾ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട്
ആ ആനയുടെ കാലിൻ്റെ അടിയിൽ വലിയൊരു വ്രണം വരുത്തുന്ന രീതിയിൽ പലകയിൽ ആണി തറച്ച് മണ്ണിൻ്റെ ഇടയിൽ പൂഴ്ത്തിയിട്ടാണ് ഇവരാന അവിടെ തളച്ചത്. അതിൻ്റെ വിവരങ്ങൾ ഒന്നൊന്നര ആഴ്ച ആരും അറിയാണ്ടിരുന്നിട്ട് നമ്മളതിൻ്റെ വിവരം അറിഞ്ഞ് നമ്മൾ ആനയുടെ അടുത്തേക്ക് പോയപ്പോൾ ആന ഒരു കാല് പൊക്കി പിടിച്ച് നിൽക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആന ഒരു കാല് പൊക്കി പിടിച്ചിരിക്കുന്ന രംഗം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആ കാലിൻ്റെ അടിയിൽ പരിക്കുണ്ടെന്ന് വ്യക്തമായി. ആ പരിക്കിൻ്റെ ഫോട്ടോസ് ആനയുടെ കാലിൻ്റെ അടിയിലത്തെ ഞാൻ കിടന്നിട്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഏകദേശം കാലിൽ പരിക്കുണ്ടെന്നുള്ള രീതിയിലത്തെ ഫോട്ടോസ് നമ്മളെടുത്ത് ദേവസ്വം ബോർഡിൽ കാണിച്ച് ദേവസ്വം ബോർഡുകാർ വന്നിട്ട് ആ ആനയുടെ കാലിൻ്റെ അടിഭാഗം പരിശോധിച്ച് നോക്കിയപ്പോൾ കാലിൻ്റെ അടിയിൽ ഭയങ്കരമായിട്ടുള്ള വ്രണം ഉണ്ടായിരുന്നു. ആ വ്രണത്തിൻ്റെ മുകളിൽ പിന്നീട് നമ്മൾ പരാതി കൊടുത്ത് അനിമൽ വെൽഫെയർ ബോർഡിനൊരു പരാതി അയച്ചു. അങ്ങനെ അയച്ചപ്പോൾ അനിമൽ വെൽഫെയർ ബോർഡ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്ര ആനകളുണ്ടെന്നുള്ളതിൻ്റെ വിവരങ്ങൾ തപ്പാൻ തീരുമാനിക്കാനായിട്ടുള്ള കാരണം ഞാൻ അനിമൽ വെൽഫെയർ ബോർഡിന് അയച്ചൊരു 4 പേജ് പരാതിയാണ്. അതിൽ പറഞ്ഞിരുന്നത് 48ഓളം ആനകളെ ആനക്കോട്ടയുടെ ഉള്ളിൽ, കുന്നത്തൂർ ആനക്കോട്ടയുടെ ഉള്ളിൽ നിർത്തിയിട്ട് അവർ ഭീകരമായിട്ടുള്ള പീഡനം നൽകുന്നുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആനകളുടെ ജീവന് ഭീഷണി ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് ഞാൻ പരാതി അയച്ചത്. ആ പരാതിയിൽ പറഞ്ഞൊരു പ്രധാന കാരണം 10 ഏക്കറോളമുള്ള ആ പുന്നത്തൂർ ആനക്കോട്ടയുടെ ഉള്ളിൽ 2 ക്ഷേത്രങ്ങളുണ്ട്, 4 കുളമുണ്ട്, 3 കെട്ടിടമുണ്ട്. ഇതിനുള്ളിൽ ആനകൾക്ക് നിൽക്കാനുള്ള സ്ഥലം ആകെ ഒരു 1.5 ഏക്കർ സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലാണ് ഇത്ര ആനകൾ കെട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പുറമേക്ക് നോക്കുമ്പോൾ കുറേ സ്ഥലമുണ്ടെങ്കിലും ആനകൾക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ഏരിയയിലാണ് ആനേനെ നിർത്തിയിട്ടുള്ളത്. ചങ്ങലക്കിട്ടാണ് നിർത്തിയിട്ടുള്ളത്. ഫുൾ ടൈം വെയിൽ കൊള്ളുന്നുണ്ട്. മാത്രമല്ല നേരത്തെ മുഴുവൻ മണലാണ്. ഈ മണലിൽ ആനകളെ കെട്ടിയിരുന്നത് ശരിയല്ല. മാത്രമല്ല ഈ ആനകൾക്ക് ശരീരത്തിൽ ഈ ഉഷ്ണാവസ്ഥ നിയന്ത്രിക്കാനായിട്ട് മണ്ണ് വാരി മേത്തിടുക എന്നൊരു പരിപാടിയുണ്ട്. അവിടെ മണ്ണല്ലുള്ളത് മണലാണ്. ഈ മണലാനയുടെ ശരീരത്തിൽ കൊണ്ടാൽ ചൂട് കൂടും. അതുകൊണ്ട് അവിടുത്തെ ആനകളേനൊക്കെ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഏതെങ്കിലും കാട്ടുപ്രദേശത്തേക്ക് പാപ്പാന്മാരുടെ സേവനത്തോടെ മാറ്റണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇത് അനിമൽ വെൽഫെയർ ബോർഡ് കിട്ടിയപ്പോൾ അവർ അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാനൊരു 7 അംഗ സമിതിയെ വയ്ക്കുകയും അവർ അവിടെ വന്നിട്ട് ആനകളുടെ എല്ലാ വിവരങ്ങളും തപ്പി എല്ലാ രേഖകളും തപ്പി അവർ വിപുലമായിട്ടുള്ളൊരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും സമർപ്പിച്ചു. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് അവിടെ വന്നിട്ടുള്ള ആനകൾ മുഴുവനും കേരളത്തിൽ ജനിച്ചല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്നതും കേരള സർക്കാർ തന്നെ അറിയാത്ത രീതിയിലുള്ള ചില ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ദുരുപയോഗിച്ച് സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ള രാഷ്ട്രീയക്കാരും ഇൻഡസ്ട്രിയലിസ്റ്റും അവരുടെ താല്പര്യത്തിന് വേണ്ടി ഗുരുവായൂർ അമ്പലത്തിൽ ആനയെ നടയിരുത്തി പോവുകയും പിന്നീടുള്ള ആനകൾക്ക് യാതൊരുവിധ ജീവന വ്യവസ്ഥയും വനത്തോടനുബന്ധിച്ച് കിട്ടാതാവുകയും ചെയ്തുകൊണ്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ആനകളെ ഉടനെ അവിടെ നിന്ന് മാറ്റണമെന്നും ഇത്തരത്തിലുള്ള ആനകളോടെ പരിപാലിക്കരുതെന്നും പറഞ്ഞിട്ടൊരു റിപ്പോർട്ടാണ് കൊടുത്തത്. അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചെയ്യേണ്ടായപ്പോൾ അവർ തന്നെ ഈ റിപ്പോർട്ട് അന്വേഷിച്ചവർ തന്നെ സുപ്രീം കോടതിയിൽ സമീപിച്ച് ഈ ആനകൾ ഇവിടെ നിന്നൊക്കെയാണോ വന്നേക്കണേ അവർക്കടക്കം നോട്ടീസ് അയച്ച് ഒരു 22 സംസ്ഥാനങ്ങൾക്കുള്ള നോട്ടീസായിട്ട് സുപ്രീം കോടതി അത് അയച്ചു. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ആന ഇടഞ്ഞത് തൊട്ടാണ് സുപ്രീം കോടതിയിൽ നിരവധി സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളൊരു കേസ് തുടങ്ങണത്. അപ്പം അങ്ങനെ തുടങ്ങുമ്പോൾ അതിൻ്റെ പിന്നാലെ പിന്നീട് കുറേ ഇൻ്റർവ്യൂ ഓർഡറുകൾ വന്നു. ഇൻ്റർവ്യൂ ഓർഡറുകളിൽ പരിക്കേൽപ്പിച്ച ആനകളെ തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്നത് ശരിയല്ല, അതിനേരെ നടപടിയെടുക്കണമെന്ന് സുപ്രീം കോടതി 2016 വ്യക്തമായിട്ട് പറയുകയും 2016 സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ കേരളത്തിൽ 2012 മുതൽ എവിടെയൊക്കെ പൂരങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന അത്രയും എണ്ണം ആനകളെ മാത്രമേ ഉപയോഗിച്ച് ഇനി പൂരം നടത്താവുള്ളൂ. ഇത് നടത്താനായിട്ടുള്ള വ്യവസ്ഥ ഉണ്ടാക്കണതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും കളക്ടർമാർ അവരുടെ നേതൃത്വത്തിലുള്ള നാട്ടാന മോണിറ്ററിംഗ് സമിതി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കെയർ ഓഫിൽ ഈ എഴുന്നള്ളിപ്പുകളുടെ എണ്ണം എടുത്ത് 2016 ഒക്ടോബറിനുള്ളിൽ രജിസ്ട്രേഷൻ നൽകി ഈ പൂരങ്ങളെ ഒന്ന് നിയമവിധേയമാക്കാൻ ശ്രമിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ 2016 ഒക്ടോബർ 18 കേരളത്തിൽ നിരവധി പൂരങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പള്ളിപ്പെരുന്നാളുകൾ, നേർച്ചകൾ, ഇതൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മാത്രമേ ശരിക്കും അനുമതി കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ കാണുന്നത് ഈ MLA വിളിച്ചു പറയണു, മന്ത്രി വിളിച്ചു പറയണു, അവനൊക്കെ വിളിച്ചു പറയുമ്പോൾ ഓരോ സ്ഥലത്തെയും പഞ്ചായത്ത് സെക്രട്ടറിമാർ ഒരു കത്ത് കൊടുക്കുകയാണ്. ഈ പൂരം 2012 മുന്നേ ഉണ്ടായിരുന്നാണെന്നുള്ളൊരു കത്ത് കൊടുത്താൽ ആ കത്തിൻ്റെ മുകളിൽ ഇപ്പോഴും പല ജില്ലകളിലും കളക്ടർമാർ നിങ്ങൾ പൂരം നടത്തിക്കോ എന്നുകൊണ്ട് പുതിയ പുതിയ പൂരങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അപ്പം ഇന്നലെ തൃശ്ശൂർ ആറാട്ടുപുഴ പൂരം നടക്കുന്നതിൻ്റെ വളരെ അടുത്ത് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ അവിടെ അവർ ഇന്ന് വരെ അവർ ജീവനുള്ള ആനയെ അനുമതിയോടെ എഴുന്നള്ളിച്ചില്ല. അതുപോലെ ഇത്രയധികം വിഷയങ്ങൾ മാധ്യമങ്ങളിൽ വന്നിട്ടും
2012 നിയമം കർശനമായിട്ട് പാലിച്ചിട്ട് കേരളത്തിൽ പൂരം നടത്താവുന്നതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടും 2016 രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു സ്ഥലം ഈ പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെ ആനയെ എഴുന്നള്ളിച്ച് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് നിയമം വന്നാലും ഞങ്ങൾ ലംഘിക്കും. അത് ലംഘിച്ചാൽ അതിന് സപ്പോർട്ട് തരാനായിട്ടുള്ള സാമുദായിക രാഷ്ട്രീയ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന ഭീകരമായ കേരള ഫെസ്റ്റിവൽ മാഫിയയുടെ വെല്ലുവിളിയാണ് ഇന്നലെ അടക്കം ഈ പല്ലിശ്ശേരി ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ആന ഇടഞ്ഞ് ഓടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇടപെട്ടിട്ടുള്ളത്. സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് ഈ രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടികളിലൂടെ ജില്ലാ കളക്ടർമാർ ഇത് കൺട്രോൾ ചെയ്യാൻ നോക്കിയത്. പക്ഷേ ഇത് കൺട്രോൾ ചെയ്ത് വരുമ്പോൾ രാഷ്ട്രീയ പിൻബലം ഉണ്ടായിട്ട് ഇവരിതെല്ലാം ലംഘിക്കുകയാണ്. ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഹൈക്കോടതിയുടെ ഒരു നിബന്ധനയും പുതിയതല്ല, മുന്നേ ഇവിടെ നിലനിന്നിരുന്നതാണ്. അതേ ഇടക്കാലത്ത് ആളുകൾ മറന്നതിനെ ഓർമ്മിപ്പിക്കലേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞ ചില നിബന്ധനകൾ 2003 നാട്ടാന പരിപാലന നിയമത്തിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആന കോൺട്രാക്ടർ കൂടിയായ ഗണേശൻ വന്ന് ആ 2003 നാട്ടാന പരിപാലന നിയമത്തിൽ വെള്ളം ചേർത്ത് പിന്നീട് അതിനെ ഒന്നുമല്ലാത്തൊരു നിയമമാക്കി 2012 കൊണ്ടുവന്നപ്പോൾ അതിൽ പ്രബലമായിട്ടുള്ള പല വകുപ്പുകളും ഇല്ലാണ്ടായി. അപ്പോൾ ഇപ്പോൾ ഈ വിഷയം ഉണ്ടായപ്പോൾ ഹൈക്കോടതിയിൽ ഈ പൂര സംഘാടകർ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിടെ പോയിട്ട് പറഞ്ഞെന്താ വെച്ചാൽ ഈ പുതിയ ഉത്തരവ് പ്രകാരം ഞങ്ങൾക്ക് പൂരം നടത്താൻ വിഷമമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ 2012 നാട്ടാന പരിപാലന നിയമം കർശനമായിട്ട് പാലിച്ചോളാമെന്ന് അവരുടെ വക്കീൽ ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചപ്പോഴാണ് എന്നാൽ പിന്നെ അത് പ്രകാരം നടത്തിക്കോ, അതിൽ പറയാത്ത പുതിയ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ സ്റ്റേ തരാം എന്ന് പറഞ്ഞിട്ട് താൽക്കാലിക ഒരു സ്റ്റേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേ വന്നാൽ ഇങ്ങനൊരു സ്റ്റേ പറഞ്ഞാൽ ഇത് ശരിക്കും പഴയ നാട്ടാന പരിപാലന നിയമം 2012 പ്രകാരം ഇവരെല്ലാവരും നടക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. പക്ഷെ അങ്ങനെ നടത്തുമ്പോഴും 2012 മുതൽ 2024 വരെ തൃശ്ശൂർ പൂരത്തിൽ നടത്തിയിട്ടുള്ള 3 കാര്യങ്ങൾ നിയമവിരുദ്ധമാണ്. ഒന്ന് 11 തൊട്ട് 3 മണി കഴിയുന്നത് വരെ, 11 തൊട്ട് 4 മണി വരെ ആനകളെ ഓപ്പൺ എയറിൽ എഴുന്നള്ളിക്കരുതെന്ന് 2012 നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1. 2, തുടർച്ചയായിട്ട് 6 മണിക്കൂറിൽ കൂടുതൽ ഒരു ആനയെ എഴുന്നള്ളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3, മതിൽക്കെട്ടിനുള്ളിൽ 3 ആനകളിൽ കൂടുതൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 4മത്തെ ഒരു സാധനമാണ് പകൽ എഴുന്നള്ളിച്ച ആനകളെ അന്ന് തന്നെ രാത്രി എഴുന്നള്ളിക്കരുത്, രാത്രി എഴുന്നള്ളിച്ച ആനകളെ പിറ്റേ ദിവസം പകൽ എഴുന്നള്ളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂർ റെസ്റ്റ് വേണം എന്നുള്ളത് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ 12 കൊല്ലമായിട്ട് ലംഘിച്ചതിന് അർജൻറ്റായിട്ട് വനംവകുപ്പ് പൂർവ്വകാല പ്രാബല്യത്തിൽ കേസെടുക്കേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത്. പക്ഷേ ഇതൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ടില്ല എന്ന് മാത്രമല്ല, വൺ ലൈനായിട്ട് പറഞ്ഞ ഒരു സുപ്രീം കോടതി വിധിയെ വളച്ചൊടിച്ച് കോടതിൻ്റെ ഉള്ളിൽ നടത്തിയ പരാമർശങ്ങൾ മാത്രം പൊലിപ്പിച്ച് അവർ വാർത്ത കൊടുത്തപ്പോൾ നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ചിട്ടുള്ളത് ആനകളെ എന്തു വേണമെങ്കിൽ ചെയ്യാം. ഈ 2012 നിയമം എന്താണ് എന്ന് അറിയാണ്ടേ ആണ് ഈ തൃശ്ശൂർ നഗരത്തിൽ ഇവർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. ആനകൾക്ക് ഇതൊക്കെ വായിക്കാറിഞ്ഞാൽ ആനകളെ ഒരെണ്ണം പോലും മര്യാദയ്ക്ക് നിൽക്കില്ല. എന്നുവെച്ചാൽ നിയമത്തിൽ പറഞ്ഞ് കേട്ടോളാനേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. അത് പരസ്യമായിട്ട് ലംഘിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഈ ആനകളുടെ 2012 സംഭവം ഉണ്ടായിരുന്നു. 2012 ഇതുപോലെ തന്നെ പാറമേക്കാവ് ക്ഷേത്രത്തിൽ പകൽ പൂരം കഴിഞ്ഞ പിറ്റേ ദിവസം പൂരം കഴിഞ്ഞ് നെറ്റിപ്പട്ട കഴിച്ചു വയ്ക്കാൻ പോയ ആനയുടെ പേര് ഉണ്ണിപ്പിള്ളിൽ കാളിദാസൻ എന്നാണ്. ആനയുടെ കാര്യമല്ലേ സിംബോധിലത്തെ രാഷ്ട്രീയം കംപ്ലീറ്റ് പുറത്തേക്ക് വരും. ഈ ഉണ്ണിപ്പിള്ളി കാളിദാസൻ എന്ന് പറയുന്ന ആന 11 മണി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇടഞ്ഞോടുന്ന ഒരാനയാണ് പകൽ. അതിനെ 11 മണി കഴിഞ്ഞാൽ എഴുന്നള്ളിക്കാൻ ആരും സമ്മതിക്കില്ല. എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ആന ഇടയിന്ന് പരിചയമുള്ളവർക്കൊക്കെ അറിയാം. ഈ ആന കോട്ടയത്തുള്ളതാണ്. ഈ ആനയുടെ സംരക്ഷകൻ അന്നത്തെ ധനകാര്യമന്ത്രി സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുള്ള KM മാണിയുടെ സുഹൃത്താണ് ഇതിൻ്റെ ഉടമസ്ഥൻ, നായർ പ്രമുഖനാണ്. അയാളുടെ ഭാര്യ NSSൻ്റെ ജനറൽ സെക്രട്ടറിയുടെ സ്വന്തം ബന്ധമുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ ആന തൃശ്ശൂർ പൂരത്തിൻ്റെ ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ എല്ലാവർക്കും പരാതി കൊടുത്തു, ഈ ആന 11 മണി കഴിഞ്ഞാൽ അടഞ്ഞോടും, അതുകൊണ്ട് പകലേ എഴുന്നള്ളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവർ ആദ്യം എതിർത്തു. അവസാനം നമ്മൾ ആ കൊല്ലം തന്നെ ഈ 2012 തന്നെ ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് ഇത് ഇടുക്കി ജില്ലയിലെ പല ഭാഗങ്ങളിലും ഒരൊറ്റ ദിവസം ഇടഞ്ഞോടിയിട്ടുണ്ട്. പല ഭാഗത്തുകൂടെ ആന ഓടിയ ദിവസം. ഈ നെടുങ്കണ്ടം തൊട്ട് പെരുവന്താനം വരെ ഇടഞ്ഞോടിയിട്ടുള്ള ആനയാണത് അന്നത്തെ ദിവസം. അതിൻ്റെ പത്രപ്പൊട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇവർ പൂരത്തിന് അന്ന് എഴുന്നള്ളിച്ചില്ല.
പിറ്റേ ദിവസമായപ്പോൾ ഇതിനെ എഴുന്നള്ളിക്കാൻ തലയക്കെട്ടൊക്കെ കെട്ടിയിരുത്തി. അപ്പോൾ ഞാൻ കാലത്തൊന്ന് റൗണ്ട് അടിക്കുമ്പോൾ പാർമേക്കാവിൻ്റെ അവിടെ നെറ്റിപ്പട്ടം കെട്ടാനായിട്ട് നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ പരാതി കൊടുത്തു, ഇത് പകലെ എഴുന്നള്ളിച്ച് ഓടും. അപ്പോഴും അന്ന് ഒന്നും ചെയ്തില്ല. അവരെ എഴുന്നള്ളിച്ച് കഴിഞ്ഞിട്ട് പാർമേക്കാവിൻ്റെ സൈഡിൽ എഴുന്നള്ളിച്ചു. അവർ 8:30 തൊട്ട് 12:30 വരെ എഴുന്നള്ളിച്ചു. അത് കഴിഞ്ഞിട്ട് അതിനെ അവിടെ കൊണ്ട് നെറ്റിപ്പട്ട അഴിച്ചേക്കണേടയിൽ ഈ ആന ഓടിയെന്ന് മാത്രമല്ല, പാർമേക്കാവ് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഓടിയ ആന പൂരപ്പറമ്പിൽ കയറി വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൻ്റെ പുറത്തു കൂടെ മതിലിൻ്റെ സൈഡിൽ കൂടെ വന്ന് തെക്കേ ഗോപുരത്തിൻ്റെ മുൻവശത്തൂടെ നീങ്ങി തിരുവമ്പാടിക്കാരുടെ വെടിക്കെറ്റ് പേരുടെ മുമ്പിൽ കൂടെ നീങ്ങി വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ മുമ്പിലെത്തി. അവിടെ നിന്ന് ആന നടുവിലാല് വരെ ഇറങ്ങി. നടുവിനാല് ഇറങ്ങിയിട്ട് ഒരു സ്ത്രീനെ കുത്തി, നിരവധി പേർക്ക് പരിക്കേറ്റു. അത് കഴിഞ്ഞിട്ട് ഈ ആന നടുവിനാലിട്ട് വലത്തോട്ട് നീങ്ങി CMS സ്കൂളും കടന്ന് ഏകദേശം തിരുവമ്പാടിയുടെ നാക്കനാല് പന്തല വരെ എത്തിയപ്പോഴാണ് ഇതിനെ തളച്ചത്. ഇത് നടന്നു കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ പരസ്യമായിട്ട് പരാതി കൊടുത്തിട്ടുള്ളതാണ് ഇടഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അന്ന് ആകാശവാണിയിൽ ഇതിനെ കുറിച്ചിട്ട് പ്രോഗ്രാം ചെയ്തു. അതിലവർ വ്യക്തമായിട്ട് അന്നത്തെ ചീഫ് എലഫാഡിനെ ഫോണിൽ വിളിച്ചു. ചീഫ് എലഫാഡൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ആന ഇടഞ്ഞോടിയതായിട്ട് ഞങ്ങൾക്ക് പത്രദൃഷ്ടിയെ മനസ്സിലായി, വെങ്കടാലത്തിൻ്റെ പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആനയുടെ വെയർ ബോട്ട്സ് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സംസ്ഥാന ചീഫ് എലഫാഡൻ പൂരം കഴിഞ്ഞ 3-ാം ദിവസം പറഞ്ഞത്. അപ്പോൾ ഈ ആനേനെ ഇവിടുന്ന് ലോറിയിൽ വണ്ടി കയറ്റി കൂടെ എവിടേക്കാണ് കൊണ്ടുപോയെന്ന് ആർക്കും അറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ കണ്ടതെന്താ വെച്ചാൽ അന്ന് തൃശ്ശൂർ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരാളാണ് കളക്ടറായിരുന്നത്. അപ്പം അങ്ങേര് മാണിയുടെ ഇഷ്ടക്കാരനാണ്. മാണി അനുഗ്രഹം നടത്തിയിട്ടാണ് അങ്ങേർക്ക് IAS കിട്ടിയത്. അപ്പം അങ്ങേര് ഈ ആനയുടെ പേര് നടപടിയെടുക്കാനായിട്ട് പോലീസിനോട് ആവശ്യപ്പെട്ടു. പോലീസിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഈ മാണിയുടെ ഗ്രൂപ്പുകാർ എതിർത്തു. എന്നുവെച്ചാൽ ഇതിൻ്റെ കൈവശക്കാരൻ മാണിയുടെ സ്വന്തം ആളാണ്. അതുകൊണ്ട് വനം വകുപ്പ് കേസെടുക്കാൻ പാടില്ല എന്ന് റവന്യൂ വകുപ്പ് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇപ്പോൾ കേസെടുക്കേണ്ടത് പോലീസാണ്. അപ്പോൾ ഞങ്ങൾ പോലീസിൽ പോയി. പോലീസ് പോയപ്പോൾ എന്താ വിഷയം വെച്ചാൽ അന്നത്തെ തൃശ്ശൂർ DIG ഒരു നായർ പ്രമുഖനാണ്. അങ്ങേർക്ക് NSSൻ്റെ ജനറൽ സെക്രട്ടറി ദൈവമാണ്. അയാളുടെ ബന്ധുവായിട്ടുള്ള സ്ത്രീയാണ് ഇതിൻ്റെ കൈവശക്കാരൻ്റെ ഭാര്യ. അങ്ങനെ മാണിയുടെ രാഷ്ട്രീയ ഇടപെടലും ഈ NSSൻ്റെ ജനറൽ സെക്രട്ടറിയുടെ സാമുദായിക ഇടപെടലും വന്നപ്പോൾ ഈ ആനയ്ക്കെതിരെ കേസെടുത്തില്ല. ആ ആന പിന്നീട് പല സ്ഥലത്തിലും കൈമാറിപ്പോയി. കഴിഞ്ഞ കൊല്ലം പാലക്കാട് നിന്ന് ഈ ആന വേറൊരു പേരിൽ മാറിപ്പോയി കോട്ടയത്ത് പോയി ചത്തുപോയി. ഇത് മാത്രമല്ല, 2 കൊല്ലം മുന്നേ കാലത്ത് പൂരത്തിനന്ന് കാലത്ത് എഴുന്നള്ളിപ്പിനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത രാജൻ എന്ന് പറയുന്ന മന്ത്രി മണികണ്ഠനാലിൽ നിന്ന് പൂരപ്പറമ്പലേക്ക് കയറുന്ന സമയത്ത് എഴുന്നള്ളിക്കാൻ നിർത്തിയിരുന്ന ഒരു ആന രാജൻ്റെ മുമ്പിൽ കൂടെ ഓടി തെക്കങ്ങട മൈതാനത്തിൽ കയറി വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ പുറത്തേക്ക് എത്തി. ആന അവിടെ നിന്ന് നീങ്ങി തിരുവമ്പാടിക്കാരെ വെടിക്കിറ്റ് വരെ പോയിട്ടാണ് മുള്ളുചങ്ങലിട്ടിട്ട് ആനയെ തളച്ചത്. മുള്ളുചങ്ങലിട്ടിട്ട് ആനയെ തളയ്ക്കാൻ പാടില്ല എന്നുണ്ട്. മാത്രമല്ല, വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ എലിഫൻറ്റ് സ്ക്വാഡ് എന്ന് പേരെഴുതി നെഞ്ചത്ത് കെട്ടിവെച്ച് ആരും തന്നെ ആനയെ മെരുക്കാനായിട്ട് പ്രവർത്തിക്കരുതെന്ന് സർക്കാർ നിയമമുള്ള നാട്ടിൽ തലേ ദിവസം ഈ രാജൻ കൊടുത്ത വ്യാജ എലിഫൻറ്റ് സ്ക്വാഡിൻ്റെ ഷർട്ട് ഇട്ടിട്ടുള്ള ആളുകളാണ് അവിടെ ആനയെ തളച്ചത്. ഇപ്പോൾ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണെന്നും പൂരത്തിനിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിലൂടെ ഒരു ആനകൾക്കെതിരെയുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ക്രൂരതകളൊക്കെ കണ്ടില്ലെന്ന് അടിച്ചിട്ട് കോടതിനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിട്ടുള്ള ഒരു വാദമല്ലേ ശരിക്കും പറഞ്ഞാൽ കപിൽ സിബലിനെ പോലെയുള്ളൊരു മുതിർന്ന അഭിഭാഷകൻ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് അവിടെ ഉന്നയിച്ചിട്ടുള്ളത്? അതെ, 2 വിരുദ്ധവാദമാണ് അങ്ങനെ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, തൃശ്ശൂർ പൂരത്തിൽ എന്ന് പറഞ്ഞാൽ ആനകളെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണെന്ന് അങ്ങേര് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിനെ തെറ്റിദ്ധരിപ്പിച്ചു. 1. 2, 2012 നാട്ടാന പരിപാലന നിയമം ഞങ്ങളുടെ കക്ഷിക്കാരുടെ തിരുവമ്പാടി ദേവസ്വക്കാർ പാലിച്ചോളാമെന്ന് അയാളവിടെ പറയാൻ കാരണം മുൻപും പാലിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വ്യംഗ്യം അവിടെ കാണിച്ചാണ്. ഈ നാട്ടാന പരിപാലന നിയമം ലംഘിച്ചിട്ട് തന്നെയാണ് ഇവർ 2012 തൊട്ട് പൂരം നടത്തിയ 2024 പൂരം നടത്തിയെന്ന് പൂരത്തിൻ്റെ ഏത് വീഡിയോഗ്രാഫ് എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കോടതി വിധിയെ ഒരു ഹൈക്കോടതി വിധിയെ ലംഘിക്കാനായിട്ട് ഇവർക്ക് സത്യമൊന്നും പറയാനില്ല. അസത്യം പറഞ്ഞിട്ടാണ് ഇവർ ഹൈക്കോടതിയിൽ നിന്ന് ചെറിയൊരു നേരിയൊരു സ്റ്റേ വാങ്ങിച്ചിട്ടുള്ളത്. ഈ 3-ാം തീയതി ഈ തിരുവമ്പാടിക്കാർ ഈ പൂരം നടത്തുമ്പോൾ
ഇത് ലംഘിക്കപ്പെടാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. അവർ അത് ലംഘിക്കാതെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് തിരുവമ്പാടിക്കാരുടെ മെച്ചം എന്താ വെച്ചാൽ അവർക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ, വടക്കുന്ന ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ അവർക്ക് ആനയെ കയറ്റണ്ട. അവരുടെ വേലയുടെ എഴുന്നള്ളിപ്പ് അമ്പലപ്പറമ്പിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് അവസാനിക്കും. പക്ഷെ തിരുവമ്പാടി അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇവർ 3 ആനയെ എഴുന്നള്ളിക്കും. അങ്ങനെ അവർക്ക് ആ നിയമം പാലിക്കാം. പക്ഷേ അവിടെ ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമില്ല. പക്ഷെ അത് കണ്ടി തിരുവമ്പാടിക്കാർ 3 ആനകൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് നാക്കനാല് വരെ എത്തുന്ന ഈ ഇടുങ്ങിയ വഴിയിൽ 3 ആനയ്ക്ക് നിൽക്കാനുള്ള സ്ഥലം വളരെ പരിമിതമാണ്. മാത്രമല്ല അവർ എല്ലാ കൊല്ലവും ചെയ്യുന്നൊരു പരിപാടി എന്താ വെച്ചാൽ, ഈ വേലയ്ക്ക് രാത്രി 12 മണിയോടെ പഞ്ചവാദ്യം നാക്കനാലത്തെ അവസാനിക്കുമ്പോൾ അവരൊരു പടക്കം പൊട്ടിക്കൽ നടത്തും. ഈ പടക്കം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നല്ല പടക്കം പൊട്ടിക്കലാണ്. അപ്പോൾ ശരിക്ക് ഈ എക്സ്പ്ലോസീവ് റൂളിൽ പറയുന്നത് ഡിസ്പ്ലേ സൈറ്റിൻ്റെ 100 മീറ്റർ അകലെ മാത്രമേ മനുഷ്യന്മാർ നിൽക്കാൻ പാടുള്ളൂ എന്നാണ് എക്സ്പ്ലോസീവ് റൂളിൽ അന്നും ഇന്നും ഉള്ളത്. അത് കർശനമായിട്ട് നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി ഈ കൊല്ലം നവംബറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ തൃശ്ശൂർ പൂരത്തിന് പുറ്റിങ്ങൽ അപകടം കഴിഞ്ഞപ്പോൾ പോലീസുകാർ വലിയ കാര്യത്തിൽ പ്രൊജക്റ്റ് ചെയ്തൊരു സംഭവമാണ്, തേക്കങ്ങാട് മൈതാനത്തിൽ പടക്കം പൊട്ടിക്കുമ്പോൾ സ്വരാജ് റൗണ്ടിൽ മനുഷ്യരാരും നിൽക്കരുത് എന്നുള്ളൊരു ചട്ടം ഈ സർക്കാർ തന്നെ പുറത്തേക്ക് വിടാൻ കാരണം ഇത് പൊട്ടിക്കാനായിട്ടുള്ള ഷുവർട്ടി കിട്ടാൻ വേണ്ടിയാണ്. അപ്പം അന്ന് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് പുറ്റിങ്ങൽ പോലുള്ള ദുരന്തം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ജനങ്ങളെ ഡിസ്പ്ലേ സൈറ്റിൻ്റെ 100 മീറ്റർ അകലെ നിർത്തിക്കോളാം, നിയമത്തിൽ അത്രേ പറയുള്ളൂ. അതുകൊണ്ട് തേക്കങ്ങാട് മൈതാനത്തിൽ പടക്കം പൊട്ടിക്കുമ്പോൾ സ്വരാജ് റൗണ്ടിൽ ആരെയും നിർത്തില്ല, സ്വരാജ് റൗണ്ടിൽ ആരെങ്കിലും നിൽക്കുമ്പോൾ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ അനുമതി നൽകില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുത്തു. അത് മാറ്റാൻ അന്ന് തൊട്ട് ഇവിടുത്തെ വ്യാപാരികൾ ശ്രമിക്കുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ രാത്രി ഒരു 1 മണിക്ക് പൂരം കഴിഞ്ഞാൽ കാലത്ത് 4 മണിക്ക് പടക്കം പൊട്ടിക്കുന്ന വരെ 3 മണിക്കൂറുണ്ട്. ഈ 3 മണിക്കൂർ ഈ സ്വരാജ് റൗണ്ടിൽ ചുറ്റുമുള്ള ഒരു 300ഓളം കടകളിൽ നല്ല വിൽപ്പനയാണ്. വിൽപ്പന എന്ന് പറഞ്ഞാൽ സഭ്യമായിട്ട് പറയുകയാണെങ്കിൽ നല്ല വെള്ളവും ബിസ്ക്കറ്റും ഒന്നും നല്ലപോലെ ചെലവഴിക്കും. അസഭ്യ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ കൊടുക്കുന്ന വെള്ളവും ഈ ബിസ്ക്കറ്റും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണോ അല്ലയോ നോക്കാൻ ആ സമയത്ത് അവിടെ ആരുമില്ല. മാത്രമല്ല ഈ വെള്ളം എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ്സിൽ കൊടുക്കുന്ന സാധനം വെള്ളമാണോ അല്ലയോ നോക്കാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ ആളില്ല. അപ്പോൾ ഒരുമാതിരിപ്പെട്ട തൃശ്ശൂർ വിറ്റഴിയാണ്ട് കിടക്കുന്ന എല്ലാ വെള്ളവും എല്ലാ ബിസ്ക്കറ്റും ബാക്കിയുള്ള പാനീയങ്ങളും ഒരൊറ്റ ദിവസം 3 മണിക്കൂർ കൊണ്ട് ചിലവഴി. ഇത് ഭീകരമായിട്ടുള്ളൊരു ലാഭമാണ്. ഇത് വിട്ട് കളയാനായിട്ട് കച്ചവടക്കാർക്ക് താല്പര്യമില്ല. അപ്പോൾ കച്ചവടക്കാരുടെ അടുത്ത് പൂരത്തിന് പിരിക്കാനായിട്ട് ഇവർ പോകുമ്പോൾ ഈ വിഷയം എടുത്ത് അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് എല്ലാ കൊല്ലവും പൂരത്തിന് സ്വരാജ് റൗണ്ടിൽ ആളെ നിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുടെ തിക്കും തിരക്കും കൂട്ടുന്ന പരാതികൾ പത്രക്കാർ പുറത്തേക്ക് വിടാൻ കാരണം. എന്നുവെച്ചാൽ പത്രക്കാർക്ക് ഇതിൻ്റെ മുന്നിൽ കേന്ദ്രം ഭരിക്കുന്നത് BJPയും സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുമായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയം ഭരിപ്പിക്കുക എന്നുള്ളതാണ് ഈ മാധ്യമങ്ങളുടെ പ്രധാന ചുമതല. അപ്പോൾ കേന്ദ്രം പറയും സംസ്ഥാനം നടപടിയെടുക്കുന്നു, സംസ്ഥാനം പറയും കേന്ദ്രം നടപടിയെടുക്കുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് ഈ വിഷയങ്ങൾ കൂടുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ ആനകളുടെ കാര്യത്തിൽ ഈ നിയമങ്ങൾ പ്രകടമായി ലംഘിച്ചതിൻ്റെ തെളിവുകൾ മുന്നിലിരിക്കെ നിയമം ലംഘിക്കാനാണ് 2012 തൊട്ട് ഇവിടെ പൂരം നടത്തണമെന്ന് കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വായിച്ചത് ശുദ്ധമണയാണ്. അത് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. വീഡിയോസ് ഉണ്ട്, ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ വർഷം അവരിപ്പോൾ ഈ വേലയ്ക്ക് 2012 നിയമങ്ങൾ കാര്യമായിട്ട് പാലിക്കാം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഈ സ്റ്റേ വാങ്ങിച്ചിട്ട് തിരുവമ്പാടിക്കാർ ആദ്യത്തെ ആ വേലയുടെ ഉത്സവം നടത്തുമ്പോൾ അവിടെ ലംഘിക്കാൻ പോണ പ്രധാന ലംഘനം ഈ ആനയെ അവർ നാക്കനാൽ കടത്തി നിർത്തിയിട്ട് ആനയുടെ 45 മീറ്റർ ഗ്യാപ്പിൽ പടക്കം പൊട്ടിച്ചാൽ നിയമം ലംഘിക്കപ്പെടും, ഉറപ്പാണ്. മാത്രമല്ല ഈ പുതിയ എക്സ്പ്ലോസീവ് റൂൾ പ്രകാരം പറഞ്ഞിട്ടുണ്ട് യാതൊരുവിധ ഇളവുകളും ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഇത്രയും കാലം ഇവർ ഈ വേലയ്ക്ക് പടക്കം പൊട്ടിക്കുന്ന നിയമലംഘനത്തിന് കേസെടുക്കേണ്ടതാരാണ്? ജില്ലാ കളക്ടർ കേസെടുക്കണം, പോലീസ് അതിന് FIR എഴുതണം, വനം വകുപ്പുകാർ ആനകളെ മാറ്റി നിർത്താണ്ടാണ് പൊട്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇത് 2012 തൊട്ട് കൊടുത്താൽ പൂർവ്വകാല പ്രാബല്യം വെച്ച് 2012 തൊട്ട് 2024 വരെ 12 FIR എഴുതിയിട്ട് കേസെടുക്കേണ്ടി വരും. ശരിക്കും പറയുകയാണെങ്കിൽ കേസെടുക്കണം. അതിനുള്ള ആർജവം നമ്മുടെ സർക്കാരോ കളക്ടറോ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പരാതിയാണ് ഞാനിപ്പോൾ ഇന്ന് കളക്ടറേറ്റിലേക്ക് കൊടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആനയില്ലാതെ പൂരമില്ല എന്നുള്ളൊരു വൈകാരികമായിട്ടുള്ളൊരു വാദമാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ നേതാക്കളും പൂരപ്രേമികളും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നത്തെ ഈ ഒരു വിധി
പൂരത്തിനെയോ അതിൻ്റെ ആചാരങ്ങളെയോ എങ്ങനെയും ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുന്നതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. ഇതൊക്കെ വെച്ചാൽ നമ്മളാവശ്യപ്പെട്ടത് നിയമം നടപ്പിലാക്കാനായിട്ടുള്ള ആർജവം സർക്കാരോ ഉത്സവ സംഘാടകരോ കാണിക്കുന്നില്ലെങ്കിൽ ഈ പരിപാടി നിരോധിക്കുക. നിരോധിച്ചു കഴിഞ്ഞാൽ ഇവർ ലംഘിക്കും. ലംഘിച്ചാൽ ഇവർക്ക് 2016 കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കി ഈ പൂരം പിന്നെ ആനയെ ജീവനുള്ള ആനയെ ഉപയോഗിക്കൽ നിയമപ്രകാരം നിർത്തലാക്കാൻ പറ്റും എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഹൈക്കോടതി ഇത് നിരോധിക്കാണ്ടേ ഇത് നടപ്പിലാക്കാനായിട്ട് കർശന വ്യവസ്ഥകൾ നിയമത്തിൽ മുന്നുണ്ടായിരുന്നതിനെ ഇത്തിരി വൃത്തിയാക്കിയിട്ട് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. മുമ്പൊക്കെ ഈ 2003 നിയമത്തിലും 2012 നിയമത്തിലും ആനകളും ആളുകളും തമ്മിൽ മതിയായ അകലം വേണം, ആനകൾ തമ്മിൽ മതിയായ അകലം വേണം, ആനകളും കൊട്ടുകാരും തമ്മിൽ മതിയായ അകലം വേണം എന്നൊക്കെ മതിയായ എന്നുള്ള സാധനത്തിനെ ഹൈക്കോടതി പലവിധ നിബന്ധനകൾ വെച്ച് ആനകളും ആളുകളും തമ്മിൽ 8 മീറ്റർ വേണം, ആനകളും കൊട്ടുകാരും തമ്മിൽ 8 മീറ്റർ വേണം, ആനകളും വിളക്ക് പിടിക്കുന്നത് തമ്മിൽ 5 മീറ്റർ വേണം, ആനകൾ തമ്മിൽ പള്ളവാങ്ങൾ തമ്മിൽ 3 മീറ്റർ ഗ്യാപ്പ് വേണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതൊരിക്കലും നിരോധനമല്ല, ഇവർക്ക് ചെയ്യാം. ഈ വിധി വന്നിട്ട് നവംബർ 13 ഈ വിധി വന്നിട്ട് ഈ ഹൈക്കോടതി ഇടപെട്ട് ഇതിലത്തെ ചില വ്യവസ്ഥകൾ മാറ്റി കൊടുക്കുന്നത് വരെ കേരളത്തിലെ പൂരങ്ങൾ നിരവധി പൂരങ്ങൾ ഈ 3 മീറ്റർ ഗ്യാപ്പ് ആനകളുടെ ഇടയിലിട്ടു. ആനകളും മേളക്കാരും തമ്മിൽ 8 മീറ്റർ ഗ്യാപ്പ് ഇട്ടു, ആനകളും വിളക്ക് പിടിക്കുന്നത് തമ്മിൽ 5 മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് നടത്തി. യഥാർത്ഥത്തിൽ ഈ ഹൈക്കോടതി വിധി വന്ന നവംബർ 13 തൊട്ട് ഈ സുപ്രീം കോടതി അത് ഏകദേശം തടഞ്ഞ ഡിസംബർ 20 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ ഒരു സ്ഥലത്തും ആന ഇടന്നിട്ടില്ല, ആനകൾ തമ്മിൽ കുത്തുകൂടിയിട്ടില്ല, ആളുകളെ കുത്തിയിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മാറ്റം ആനകൾ കൈകൊണ്ടു എന്നാണ് നമുക്ക് ആനകൾക്ക് മെച്ചമുണ്ടായി, ഉത്സവ സംഘാടകരും അത് കയ്യേറ്റു. പക്ഷെ കയ്യേൽക്കാതിരുന്ന ആളുകൾ പറയുന്നത് ഇത് പ്രകാരം പൂരം നടത്താൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നെ അവർ പറഞ്ഞത് വെച്ചാൽ ഈ ആനകളെ ജീവനുള്ള ആനകളെ ഉപയോഗിക്കാതെ പൂരം നടത്താൻ പറ്റില്ല എന്ന് ഇവർ പറയാനതിന് ചരിത്രപരമായോ താന്ത്രികപരമായോ ഭക്തി പ്രാധാന്യം പ്രകാരമോ യാതൊരു തെളിവില്ല. ഇപ്പം ഇവർ പുറത്തേക്കൊക്കെ പറയുന്നത് DTP അടിക്കുക എളുപ്പമാണ്. DTP വന്നേ പിന്നെ ഈ പ്രസ്സിൽ ഉള്ള ആളുകൾ ഉപയോഗിക്കാത്ത രീതിയിൽ പ്രിൻറ്റിങ് സാധ്യമായത്. അപ്പം 1443 കൊല്ലമൊക്കെ ആറാട്ടുപുഴ പൂരത്തിന് ആനയാണ് നേരത്തിന്ന് പഴയൊരു പ്രസ്സിൽ കൊണ്ടുപോയിട്ട് പറയുമ്പോൾ ആ പ്രസ്സിലുള്ളവൻ ഇതെടുത്ത് വെച്ച് അച്ചടിച്ച് കൊടുക്കില്ല. എന്നുവെച്ചാൽ അവൻ ഈ 1443 ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഇതിൽ വെക്കുമ്പോൾ അവന് വിഷമം ഉണ്ടാവും. ഇത്രയധികം കൊല്ലം മുന്നേ ഈ ആനകളെ മെരുക്കി ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു എന്ന് അവർക്ക് തോന്നും. അവരടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവർ നോട്ടീസ് കൊണ്ടിറങ്ങില്ല. പക്ഷെ ഇപ്പോൾ DTP ഏത് കൊച്ചുകുട്ടിക്കും ഫിഗർ ഹാൻഡിൽ ചെയ്യാന്നുള്ളതുകൊണ്ട് ഇവർ യാതൊരു ഉളുപ്പില്ലാതെയാണ് 1443 കൊല്ലമാണ് ആറാട്ടുപുഴ പൂരത്തിന് ആനകളെ അണിനിരത്തണമെന്ന് പറഞ്ഞത്. ഒന്നാമത് 1443 കൊല്ലം ഇത്രയും ആനകളെ അവിടെ അണിനിരത്തണമെങ്കിൽ ഇവരിപ്പോൾ അവിടെ കൊണ്ടാടി ആഘോഷിക്കുന്ന ദൈവങ്ങൾ കേരളത്തിലെ ആരാധനാമൂർത്തികളായിട്ട് വേണം. നടുവിൽ ശ്രീരാമൻ, അപ്പുറത്തൊരു ഭഗവതി, ഇപ്പുറത്തൊരു ഭഗവതി, ഇപ്പുറത്ത് അയ്യപ്പന്മാർ ആരാധിക്കപ്പെടുന്ന കാലം 1400 കൊല്ലം മുന്നൊന്നും കേരളത്തിലുണ്ടായിരുന്നില്ല. ഈ വക ദൈവങ്ങളൊന്നുമല്ല ആ സമയത്ത് മനുഷ്യന്മാർ ആരാധിച്ചിരുന്നത്. മാത്രമല്ല ഇന്ന് ആറാട്ടുപുഴ പൂരം നടത്തുന്ന പല ക്ഷേത്രങ്ങളും ട്രസ്റ്റിൻ്റെ കീഴിലും നമ്പൂതിരിമാരുടെ കീഴിലും ഈഴവന്മാരുടെ കീഴിലും നായന്മാരുടെ കീഴിലും ആണുള്ളത്. ഇവരുടെയൊക്കെ പാരമ്പര്യം അന്വേഷിച്ച് പോയാൽ ഇവരുടെ ഒരു 3 തലമുറ അപ്പുറമുള്ളവർക്ക് ഈ പൂരങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ പരമ്പരാഗതമായിട്ട് 1400 കൊല്ലം മുന്നൊക്കെ കേരളത്തിൽ ആരാധിക്കാതിരുന്ന ദൈവങ്ങളൊക്കെ അണിനിരത്തിയിട്ടാണ് ആറാട്ടുപുഴ പൂരം നടത്തിയിരുന്നതെന്ന് ഇവർ DTP പ്രിൻ്റ് ചെയ്ത് നോട്ടീസ് അടിച്ച് അതിൻ്റെ മുകളിൽ കമ്പ്യൂട്ടറിൽ പോസ്റ്റർ അടിച്ച് പുതിയ മാധ്യമങ്ങൾ കൂടെ പ്രചരിപ്പിച്ചാൽ അതിന് യാതൊരുവിധ ചരിത്രപരമായ തെളിവില്ല. പിന്നെ താന്ത്രികപരമായിട്ട് വേണം. ഈ താന്ത്രത്തിൻ്റെ പിന്നിൽ കളിക്കുന്നത് ഉപനിഷത്തുകളാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, പിന്നെ മഹാഭാരതം, രാമായണം എന്ന് പറയുന്ന പുരാണങ്ങൾ. ഇതിലൊന്നും തന്നെ ആനയുടെ മുകളിൽ ദൈവത്തെ കയറ്റിയിരുത്തി ദൈവം മനുഷ്യന്മാരെ അനുഗ്രഹിക്കാൻ വരുന്നൊരു പ്രക്രിയ എവിടെ പറയുന്നില്ല. അപ്പം ഇത്തരത്തിൽ ഇവർ ഈ ചരിത്രത്തെയും താന്ത്രിക ആചാരങ്ങളെയും വളച്ചൊടിക്കുന്ന ഈ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ശുദ്ധ തെണ്ടിത്തരം തന്നെ പറയാൻ പറ്റുള്ളൂ. പച്ച മലയാളത്തിൽ സഭ്യമായിട്ട് പറയാവുന്നൊരു വാക്ക് തെണ്ടിത്തരം തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൂരവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഉത്സവ മാഫിയ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് താങ്കൾ ട്രൂ കോപ്പി തിങ്കിൽ എഴുതിയ ഒരു ലേഖനത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അത്തരമൊരു ഉത്സവ മാഫിയയുടെ ഇടപെടൽ ഈ സുപ്രീം കോടതി കേസിലോട്ടും ഇത്തരത്തിലുള്ളൊരു വിധി വരുന്നതിലേക്കും അവരുടെ ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? ഇതൊരു തെളിവ് ഞാൻ ഹാജരാക്കുകയാണെങ്കിൽ ഈ വിധി വന്നുടനെ, ഹൈക്കോടതി വിധി വന്നുടനെ ഈ തിരുവമ്പാടി ദേവസ്വൻ്റെ ശ്രീപത്മം കല്യാണം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കല്യാണമുള്ളൂ തിരുവമ്പാടി അമ്പലത്തിന് മുന്നിൽ. അവിടെ ഒരു തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളുടെ മാത്രം കുറച്ച് ആളുകളെ വിളിച്ചിരുത്തി ഇതെന്താ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതിന് നേരെ നമുക്ക് കോടതി പോകണം, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇത് വെങ്കടാലം ഇങ്ങനെ കേസ് കൊടുത്തിട്ട് ഇത് ആദ്യം ഇപ്പം ഇങ്ങനെ വന്നു, ഇനി കുറച്ചുകൂടെ ഞാൻ ആനയെ തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ട് കേസ് കൊടുക്കും, അതുകൊണ്ട് നമുക്ക് ഇതിന് നേരെ ശക്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുകൊണ്ട് അവരവിടെ മീറ്റിംഗ് കൂടി. എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് അവർ. അപ്പോൾ മീറ്റിങ്ങിന് ഇവരൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാനത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു. ഇത് കഴിഞ്ഞാൽ അന്ന് അവരവിടെ തീരുമാനിച്ചത് ഇത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പാർമേക്കാവിൻ്റെ അഗ്രശാലയിൽ ഒരു മീറ്റിംഗ് കൂടണം എന്നിട്ട് ആ മീറ്റിങ്ങിൽ അവർ ഈ തൃശ്ശൂരത്തെ വേറെ കുറേ ഉത്സവ സംഘാടകരെ അങ്ങോട്ട് ക്ഷണിച്ചു. അവരും പറഞ്ഞു ഇതിനേരെ കോടതി പോകണം. അപ്പോൾ കോടതി പോകാൻ വെച്ചാൽ പണച്ചെലവുണ്ട്, അപ്പം നമ്മുടെ പോക്കറ്റ് നിൽക്കില്ല, അതുകൊണ്ട് കേരളത്തിലത്തെ ഒരുമാതിരി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഇതിന് ശക്തമായിട്ടുള്ളൊരു സംഭവം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അതിന് അഗ്രശാല പോരാന്നായി. അവിടെ ഇരിക്കാനുള്ള കൂടുതൽ ആൾക്കാർ വേണം. അപ്പോൾ എൻ്റെ വീട്ടിന് മുന്നിൽ തന്നെയുള്ള കൗസ്തുഭ ഓഡിറ്റോറിയത്തിൽ കേരളത്തിലത്തെ സകലമാന ഉത്സവ സംഘാടകരെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഒരു വൻ മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗ് വിളിച്ചിട്ട് കണ്ടെത്തിയ ദിവസം തൊട്ടടുത്ത് തന്നെയായിരുന്നു. അന്ന് ഒരു പ്രശസ്തനായിട്ടൊരു ഇലത്താള കലാകാരന് VSNL തുടങ്ങുന്ന ഒരു ചരക്കുണ്ടായിരുന്നു. അത് തൃശ്ശൂരിൻ്റെ കുറച്ചങ്ങ് നീങ്ങിറ്റ ആയിരിക്കും. കേരളത്തിലെ എല്ലാ ഉത്സവ സംഘാടകരും വരുന്ന ദിവസം അവരെ തിരിക്ക് വലിക്കാൻ വേണ്ടിയിട്ട് അവർ ഇത് രണ്ടും കൂടെ ഒരു ദിവസം വെച്ചു. അവിടെ നമ്മൾ കണ്ടത് സ്റ്റേജിൽ കയറിയിരുന്നതിൽ തൃശ്ശൂരത്തെ പ്രബലരായിട്ടുള്ള കച്ചവട പ്രമുഖർ, അതുപോലെ തന്നെ പള്ളിയിൽ ഉപയോഗിക്കുന്ന സാമുദായിക ചിഹ്നമൊന്നും ധരിക്കാതെ തൃശ്ശൂർ പ്രമുഖ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ മതമേലധ്യക്ഷൻ, പിന്നെ കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, പിന്നെ തൃശ്ശൂരിൽ തോറ്റു എന്ന് പറഞ്ഞ് നടക്കുന്ന, അതായത് ഉത്സവപ്രേമികൾ വോട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ തോറ്റു എന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്ന തൃശ്ശൂരിലത്തെ പഴയ മന്ത്രിയായിട്ടുള്ള MLA സുനിൽ കുമാർ, ഇവരൊക്കെയാണ് അവിടെ സ്റ്റേജിലിരിക്കുന്നതെന്ന്. പക്ഷെ ഞങ്ങളറിഞ്ഞത് അന്ന് ഉച്ചയോടുകൂടി കേരള ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവിറക്കി, അതായത് മന്ത്രിമാരോ MLA മാരോ ആ യോഗത്തിൽ പോയിട്ട് പങ്കെടുക്കരുത്. അതുകൊണ്ട് ഈ സുനിൽ കുമാർ അവിടെ വന്നാലും രാജൻ അവിടെ വന്നില്ല. തൃശ്ശൂരത്തെ മന്ത്രിയായിട്ടുള്ള ബിന്ദു തൊട്ടപ്പുറത്ത് ഒരു കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അവർ പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കിയില്ല. ഇവരവിടെ വന്നിട്ട് പറഞ്ഞതെന്താ വെച്ചാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞത്, നമുക്കിവിടെ ആഘോഷം നടത്തണം, ആഘോഷം നടത്താൻ മുന്നത്തെ പോലെ കാര്യങ്ങൾ നടത്താൻ ഏത് രീതിയിലും പ്രതികരിക്കണം, എല്ലാവരും കൂടി പ്രതികരിച്ചിട്ട് നമുക്ക് കോടതി പോകാമെന്ന് പറഞ്ഞത് വ്യവസായ പ്രമുഖനായിട്ടുള്ളൊരു ജ്വല്ലറി ഉടമയാണ്. ആ ജ്വല്ലറി ഉടമയുടെ സഹോദരൻ അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അതിൻ്റെ ഇടയിൽ അവിടെ കണ്ടമാന ആൾക്കാരൊന്നും വരും. അപ്പോൾ അന്ന് അവിടെ വലിയൊരു തുക പിരിക്കാനായിട്ടുള്ള തീരുമാനമാണ് അവരെടുത്തത്. അതുപ്രകാരമാണ് ഇവർ വലിയൊരു തുക കൊടുത്തിട്ട് ഒരു വക്കീലിനെ കോടതിയിൽ കൊണ്ടുവന്നിരുത്തിയത്. അങ്ങനെയാണ് വലിയൊരു നുണ പറഞ്ഞ് സുപ്രീം കോടതിയിലത്തെ ജസ്റ്റിസുമാരുടെ 2 പേരുടെയും ബോധത്തെ തിരിച്ചു മറിച്ച് കൊണ്ടുപോയി ഒരു ഒഴിവ് വാങ്ങിച്ചത്. പക്ഷേ ഈ ഒഴിവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2013 നിയമം നടപ്പിലാക്കിക്കോളാമെന്ന് സുപ്രീം കോടതി മുമ്പിൽ പറഞ്ഞപ്പോൾ പുറത്തു വന്നത് ഇതുവരെ പാലിക്കാത്ത 2012 നാട്ടാന പരിപാലന നിയമം അവർ തെളിയിച്ചോളാമെന്ന് കോടതിയിൽ പറഞ്ഞു. ആ പറഞ്ഞത് ഞങ്ങളുടെ വിജയമാണ്. എന്നുവെച്ചാൽ നിയമത്തെ അവർക്ക് പേടിയില്ല. ഇത്രയും കാലം മറികടന്ന് മരവിപ്പിച്ച് നിർത്തിയ നിയമം ഞങ്ങൾ പാലിക്കുമെന്ന് അവർ കോടതിയിൽ പറഞ്ഞപ്പോൾ ഈ 2013 നിയമമെങ്കിലും പാലിക്കും എന്നവർ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സമാധാനം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ആ 2012 നിയമം ലംഘിക്കാതെ ഇവർക്ക് ഇപ്പോൾ നടത്തുന്ന പൂരം നടത്താൻ പറ്റുക ഞാൻ ഇപ്പോഴും പറയും. ഇപ്പോൾ വത്സത്തില്ലങ്കാരിയൊക്കെ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിധിയായിട്ട് ഹൈക്കോടതിയുടെ വിധിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് എങ്ങനെയാണോ പ്രക്ഷോഭം നടത്തിയത് കേരളത്തിൽ, അതുപോലെ അതിൻ്റെ അതേ രൂപത്തിൽ പൂരസംരക്ഷണ സമിതി എന്നുള്ള രൂപത്തിൽ സമിതി രൂപീകരിച്ച് ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ വരെ തയ്യാറാണെന്നുള്ള തരത്തിലാണ് ചർച്ചകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഇതും ഈ ഒരു ഉത്സവ മാഫിയ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം കൂടിയല്ലേ? അതെ, അതായത് അവർക്ക് ഈ പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞ ടീമുകളൊന്നും തന്നെ നേരിട്ട് പൂരത്തിൽ ഇടപെടാത്തവരാണ്.
ശബരിമല വിഷയത്തിലും അവർ നേരിട്ട് ഇടപെട്ടില്ലല്ലോ. തിക്കും തിരക്കുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഉദ്ദേശം. തിക്കും തിരക്കുണ്ടാക്കി ജനങ്ങളുടെ ഇടയിൽ ഭീതി പരത്തുക, ഞങ്ങൾ എന്തും ചെയ്യുമെന്ന് പറയുക, എതിർക്കാൻ പറയുന്ന സർക്കാരിനെ കയ്യിലെടുക്കുക. ഈ പറഞ്ഞ കക്ഷി ശബരിമലയിൽ 18-ാം പടിയിൽ നിന്നിട്ട് പ്രസംഗിച്ചപ്പോഴും തൃശ്ശൂർ ഇങ്ങനെ പ്രസംഗിച്ചപ്പോഴും ഇയാളുടെ എതിർചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രമുഖർ ഒരക്ഷരം അതിനേരം വേണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് ഈ ശബരിമല പോലെ തന്നെ ഈ ആന വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ട് ആകെ ഇവിടെ തിക്കും തിരക്കുണ്ടാക്കും എന്ന് ഇയാളെ കൊണ്ട് പറയിപ്പിച്ചത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിലത്തെ മേലാളന്മാർ തന്നെയായിരിക്കും. വേറെ ആരും പറഞ്ഞിട്ടില്ല, തൃശ്ശൂരത്തെ ആരും പറഞ്ഞില്ല. അപ്പം ഇത് ഈ ഭരിക്കുന്ന പാർട്ടിയിൽ ഉള്ളവരെ കൊണ്ട്, ഭരിക്കുന്ന പാർട്ടിയുടെ എതിർകക്ഷികളെ കൊണ്ട് പോലും സമാനമായ രീതിയിൽ പലതും ചെയ്യിപ്പിക്കാനായിട്ട് കഴിവുള്ള ടീമുകളാണ് ഞങ്ങൾ ഈ കേരള ഉത്സവ മാഫിയ എന്ന് പറയുന്ന ടീം. ഇതിൽ ആന കോൺട്രാക്ടർമാരുണ്ട്, ആനച്ചമയ ഡീലർമാരുണ്ട്, മാത്രമല്ല ഈ മേളത്തിന് കൊട്ടാൻ പോകുന്ന ആളുകളുണ്ട്, വ്യവസായ പ്രമുഖരുണ്ട്, മതമേലധ്യക്ഷന്മാരുണ്ട്. ഇതിനെല്ലാറ്റിനും ഉപരി വേറൊരു വിഭാഗം ഇതിലുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പേടിക്കേണ്ട ഒരു സാധനം. അതായത് ഈ ഉത്സവങ്ങളോടനുബന്ധിച്ച് നമ്മൾ കാണുക ആളുകൾ ആഹ്ലാദിക്കലാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ മാരകമായിട്ടുള്ള മായം കലർന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് വിറ്റ് കോടികൾ ഉണ്ടാക്കുന്ന ഒരു ടീമുണ്ട് ഇവിടെ. ഇതെല്ലാം ഒരുമിച്ച് നടത്തുന്നത് അതാത് കാലത്ത് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഈ ഉത്സവ മാഫിയ ഉണ്ടായിരുന്നു ഇവിടെ, ഇടത് ഭരിക്കുമ്പോഴും ഉത്സവ മാഫിയ ഉണ്ട്. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും കേന്ദ്രത്തിൽ BJP ഭരിക്കുമ്പോഴും അവരെയും കൂടെ സപ്പോർട്ടിലാണ് ഈ ഉത്സവ മാഫിയ ഇവിടെ വാഴത്തിൽ വേരോടി പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞങ്ങളിതൊക്കെ പറയുന്നത് ഈ ഉത്സവ രംഗത്ത് നടക്കുന്ന ഒരൊറ്റ കാര്യവും മനുഷ്യരുടെ നന്മയ്ക്കുള്ള അല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ്. ഇവർ ഈ ഉത്സവം എന്ന് പറയുമ്പോൾ ഈ ഉത്ത് എന്ന് പറഞ്ഞാൽ എടുത്തു മാറ്റുക എന്നുള്ളതാണ്. സവ എന്ന് പറഞ്ഞാൽ ദുഃഖം. ഈ ഉത്ത് എന്നുള്ളതും സവ എന്നുള്ളതുമായിട്ടുള്ള സംസ്കൃത വാക്കുകളെ യോജിപ്പിച്ചിട്ടാണ് ഉത്സവം വരുന്നത്. ഈ ദുഃഖത്തെ എടുത്തു മാറ്റുന്ന ഒരു പ്രക്രിയയിലും അവിടെ ഭീതിയോ സങ്കടമോ മനുഷ്യൻ്റെ ജീവനോ സ്വത്തിനോ നഷ്ടമോ ഉണ്ടാകുന്നൊന്നും സംഭവിക്കാൻ പാടില്ല എന്നറിഞ്ഞിട്ടാണ് ഈ ആനയും വെടിക്കെറ്റും ഒന്നും ഇല്ലാത്ത ഉത്സവങ്ങൾ പരമ്പരാഗതമായിട്ട് കേരളത്തിൽ സംഘടിപ്പിച്ചിരുന്നത്. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ഈ ആനയും വെടിക്കെട്ടും വന്നാൽ ഉത്സവ സംഘാടകർക്ക് നഷ്ടമൊന്നുമില്ല. അവിടെ ഇതിൽ ആന ഓടിയാലോ വെടിക്കെറ്റ് അവിടെ ഉണ്ടായാലോ മരിച്ചു പോകുന്നതും നഷ്ടം സംഭവിക്കുന്നതും ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത മനുഷ്യന്മാർക്കാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ ഉത്സവത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളുകളെ അവിടേക്ക് കൂട്ടി വ്യാപാരവും അവരുടെ ധനസമ്പാദനവും കൂട്ടാൻ വേണ്ടി വൻതോതിൽ നിയമവിരുദ്ധമായ ആനകളെ നിള്ളിക്കുകയും പടക്കം പൊട്ടുകയും ചെയ്തതിൻ്റെ ബലമായിട്ടാണ് പലവിധ ദുരന്തങ്ങൾ ഉത്സവപ്പറമ്പിലുണ്ടാകുന്നത്. അതറിഞ്ഞിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ആനയും വെടിക്കെട്ടും ഉത്സവങ്ങൾക്ക് വേണ്ട, അമ്പലത്തിലേ വേണ്ട എന്ന് അങ്ങേര് പറഞ്ഞത്. മനത്ത് പത്മനാഭനും അത് പറഞ്ഞിട്ടുണ്ട്. ആനയും വെടിക്കെട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നായന്മാരുടെ കയ്യിലത്തെ പൈസ മുഴുവനും പല ജാതിക്കാരുടെ കയ്യിലേക്ക് പോവും, അതുകൊണ്ട് എന്തിനാണ് ചെയ്യണമെന്ന് മനത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും നമുക്ക് മുന്നിലൊരു ഉദാഹരണമായിട്ട് നിൽക്കുമ്പോൾ ജീവുള്ള ആനയെ എഴുന്നള്ളിച്ചാലേ എഴുന്നള്ളിപ്പ് നടക്കൂ എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ആന അടഞ്ഞാൽ പ്രശ്നം ഉണ്ടായാൽ അവിടുത്തെ ഉത്സവം അതോടെ നിൽക്കും. പിന്നീട് അവരോട് ആനയും നിൽക്കില്ല. പിന്നെ നമ്മൾ കാണുക അവിടെ ആൾക്കാരൊക്കെ മാറ്റി നിർത്തി പോലീസുകാരൊക്കെ വന്ന് ആനേനൊക്കെ പറഞ്ഞേക്കും അമ്പലക്കാർക്ക് ആന വേണ്ട, ഒന്നും വേണ്ട. മേശാന്തി കയ്യിൽ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് ഈ ഉത്സവ വിഗ്രഹത്തെ അവിടെ എഴുന്നള്ളിക്കുക. ഈ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട അമ്പലത്തിൽ നടന്നുണ്ട്, ശബരിമല ക്ഷേത്രത്തിൽ നടന്നുണ്ട്. കേരളത്തെ പല അമ്പലങ്ങളിലും ആനയടഞ്ഞ ആൾ മരിച്ച പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ആചാരം ഇവിടെ പോയി. ഇത് വെറുതെ ഈ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ നിന്ന് പൈസ പിരിക്കാനും പിരിച്ച പൈസ അമുക്കാനും വേണ്ടിയിട്ട് ഇവർ ചെയ്തു കൂട്ടുന്ന പരിപാടിയാണ് ഈ ആന എഴുന്നള്ളിപ്പ്. ഈ 15 ആനയുടെ ഒരു പൂരം ഉണ്ടെന്ന് വെച്ചാൽ ഇവർ 15 ആനകളെ നിർത്തിയിട്ട് ഇവർ ഓരോ ആനേനെയും പലരെ കൊണ്ട് സ്പോൺസർ ചെയ്യും. ആനയെ സ്പോൺസർ ചെയ്താൽ കാശ് തന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, മക്കൾക്ക് നല്ലപോലെ വിദ്യാഭ്യാസം ഉണ്ടാവും, കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് കല്യാണം കഴിയും, കച്ചവടം നടത്തുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച് ഇവരൊരു 15,000 ആനയെ അണിനിരത്താനുള്ള പൈസ ഓരോരുത്തരിൽ നിന്നും വാങ്ങിക്കും. ബാക്കി ഇവരുടെ സർപ്ലസ് കാശെടുത്തിട്ട് ഇവർ സ്വന്തം വീട്ടിലെ കച്ചവടത്തിൻ്റെ നഷ്ടം നികത്തും, സ്വന്തം വീട്ടിലത്തെ കാര്യം നടത്തും, സ്വന്തം പേരിൽ കെട്ടിടം നിർമ്മിക്കും. അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ആൾക്കാർ തൃശ്ശൂരും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അതുകൊണ്ട് ഈ ആനകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി ഈ 3 മീറ്റർ ഗ്യാപ്പ് പറഞ്ഞത്. ഇത് നടപ്പിലാക്കിയാൽ 15 ആനയെ എഴുന്നള്ളിക്കുന്ന സ്ഥലത്ത് 6 ആനയെ എഴുന്നള്ളിക്കാനും കൂടി പറ്റില്ല.
അപ്പോൾ ബാക്കി 9 ആനകളുടെ സ്പോൺസർഷിപ്പ് കാശ് ഉത്സവ സംഘാടകർക്ക് നഷ്ടമാവും. ഈ പൈസയുടെ മുകളിൽ കളിക്കുന്നത് ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്. ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ NSS ഉണ്ട്, SNDP ഉണ്ട്, പുലയ മഹാസഭയുണ്ട്, ബ്രാഹ്മണ സഭയുണ്ട്, പലവിധ ഉപവിഭാഗങ്ങളുണ്ട്. പിന്നെ വേറൊരു ബൈഫർക്കേഷൻ നോക്കിയാൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM, CPI, ബാക്കിയുള്ള പാർട്ടികൾക്കൊക്കെ ഉത്സവ സംഘാടക സമിതികളുണ്ട്. ഈ വീടുകളിൽ കയറി പൈസ പിരിക്കുന്ന സംഭവം നടക്കുന്നുണ്ട്. അത് നടത്താനായിട്ട് ഭരിക്കുന്ന ഭരണകക്ഷിയിലത്തെ ആളുകളെ ഇറങ്ങുള്ളൂ, ബാക്കിയുള്ളവരെ ഇറങ്ങാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാ മതസംഘടനകൾക്കും വീട്ടിൽ കയറി പൈസ പിരിക്കാനായിട്ടുള്ളൊരു പ്രധാന ഉപാധിയായിട്ടുള്ള ഈ ആനയെ എണ്ണം കുറയ്ക്കാനായിട്ട് ഹൈക്കോടതി നിയമം കൊണ്ടപ്പോൾ എല്ലാവരും എതിർക്കാൻ കാരണം അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ബന്ധവും രാഷ്ട്രീയ ബന്ധത്തോടനുബന്ധിച്ചുള്ള മാഫിയ ബന്ധവും കൂടിയാണ്.